ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു വാനില ഐസ്ക്രീം എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഇത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു 12 ബദാം പരിപ്പ് ഒരു 3-4 മണിക്കൂർ കുതിർത്ത് തൊലിയൊക്കെ കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 2 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ 1 ബൗൾ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവർ, കുറച്ച് വെള്ളമോ പാലോ ഒഴിച്ചതിന് ശേഷം കട്ടൊന്നുമില്ലാതെ മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ പാലില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം ഒന്ന് ഈ സമയത്ത് കുറച്ച് വയ്ക്കണം കേട്ടോ, പെട്ടെന്ന് കട്ടി പിടിക്കും. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് പാലൊന്ന് കുറുക്കി എടുക്കാം. പാലൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ബദാം പരിപ്പ് അരച്ച് വെച്ചിട്ടില്ലായിരുന്നു, അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരം കൂടെ അതൊക്കെ ഒന്ന് വെന്ത് കുറുകി വരുന്ന വരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ പാലിൻ്റെ മിക്സ് ഇല്ല, നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ തണുത്ത് കിട്ടിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 സ്പൂൺ പാൽപ്പൊടി, ഒരു 1/4 സ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്ക് ഏത് പാത്രത്തിലാണ് ഐസ്ക്രീം സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു 4 മണിക്കൂർ നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കാം. എനിക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചുരുങ്ങിയത് ഒരു 4 മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. എങ്കിൽ മാത്രമേ ഇത് അത്യാവശ്യം കട്ടിയായി കിട്ടത്തുള്ളൂ കേട്ടോ. 4 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുത്തപ്പോൾ തന്നെ നല്ല കട്ടായി കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഒരിക്കൽ കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരിക്കൽ കൂടെ ആ കട്ടിയോടുകൂടി തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരിക്കൽ കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നോക്കിയാൽ നല്ല ഇപ്പം തന്നെ കാണാൻ നല്ല കുറുകി കിട്ടിയിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ട് നമുക്ക് ഇപ്പം തന്നെ നല്ല ഐസ്ക്രീമിൻ്റെ പരുവത്തിൽ നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി 2 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ 2 മണിക്കൂർ നമ്മൾ ഫ്രീസ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കിയാണെന്ന് പറയത്തേ ഇല്ല, നമ്മൾ കടയിൽ വാങ്ങുന്ന അതിനേക്കാളും ടേസ്റ്റ് എന്ന് പറയും. പിന്നെ വിശ്വാസത്തോടെ കഴിക്കുകയും ചെയ്യാവുന്ന, വേറെ മായങ്ങളൊന്നും ചേർക്കാത്തൊരു ഐസ്ക്രീമാണ്. ഉറപ്പായിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ചൂട് സമയത്ത് നമുക്ക് ഇഫ്താറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഐസ്ക്രീമാണ് കേട്ടോ. കുട്ടികളൊക്കെ കളിച്ച് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 2 സ്പൂൺ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് അവർക്കും സന്തോഷമാവും. പിന്നെ നമ്മളെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. പിന്നെ നമ്മുടെ ബദാം, അതിപ്പോൾ നമുക്ക് 1/2 കിലോയോ 1 കിലോയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. നമുക്കിപ്പോൾ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുറഞ്ഞ അളവിലും കുറഞ്ഞ എമൗണ്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടാവുന്നതേ ഉള്ളൂ. അതൊക്കെ വാങ്ങിച്ച് ഒരിക്കലെങ്കിലും കുട്ടികൾക്കൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത്രയും ടേസ്റ്റും അത്രയും വിശ്വാസത്തോടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ.